ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, സാക്ഷികളുടെ വലിയൊരു സമൂഹം നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ അവർ തങ്ങളുടെ അനുഭവം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങളെ ശക്തീകരിക്കും, ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കും, ഈ വൻമതിലുകളെ ചാടിക്കടക്കുവാനുള്ള ബലം ദൈവം തരും എന്ന് തങ്ങളുടെ ജീവിതത്തിലൂടെ അവർ വളരെ ഹൃദ്യമായി ആലോചന പറയുകയാണ്. അവർ വിശ്വാസ വീരന്മാരാണ്. അവർ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. ദൈവം മാറ്റമില്ലാത്തവനാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ച ദൈവം നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുമെന്നുള്ള സന്ദേശം കൈമാറിക്കൊണ്ട് അവർ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അവർ ചുറ്റും നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വാസത്തിൻ്റെ നായകനെ, പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അവർ ചുറ്റും നിൽക്കട്ടെ. നമുക്ക് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാം. തിരുവെഴുത്ത് പറയുന്നു, യേശു വിശ്വാസത്തിൻ്റെ നായകനാണ്, യേശു പൂർത്തി വരുത്തുന്നവനാണ്. അതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പ്രിയപ്പെട്ടവർ, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അവർ തങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടും കഴിവുകൊണ്ടും ഒക്കെയാണ് അവർ ഓടുന്നത്. അവർക്ക് മുൻപിലൊരു ലക്ഷ്യമുണ്ട്. അവർ തങ്ങളുടെ ബലത്തിൽ ആശ്രയിച്ചുകൊണ്ട്, കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് കുതിക്കുമ്പോൾ ഇവിടെ ഇതാ പരിശുദ്ധാത്മാവ് നമ്മോടും പറയുന്നു, നമുക്ക് മുൻപിലും ഒരു ഓട്ടമുണ്ട്. ആ ഓട്ടം നമുക്ക് തികയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, അടുത്തൊരു ശബ്ദം, നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഓട്ടം ഓടുന്നവരേവരും, ഓട്ടക്കളത്തിൽ നിൽക്കുന്നവരേവരും യേശുവിനെ നോക്കണം. എന്തുകൊണ്ട് യേശുവിനെ നോക്കണം? ഈ ഓട്ടം നീ ഫിനിഷ് ചെയ്യുന്നത് യേശു നിന്റെ കരത്തിൽ പിടിക്കുമ്പോൾ മാത്രമാണ്. യേശു പൂർത്തി വരുത്തുന്നവനാണ്. നിന്റെ സ്വന്തം ശക്തി കൊണ്ട് നിനക്ക് ഈ ഓട്ടം പൂർത്തീകരിക്കാൻ കഴിയുകയില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നെഴുതിയിരിക്കുന്ന പോലെ ഈ ഭൂമിയിലെ ഓട്ടക്കളത്തിൽ ഓടുന്ന മനുഷ്യരെ പോലെയല്ല ഒരു ക്രിസ്തു വിശ്വാസി ഈ ഓട്ടം പൂർത്തീകരിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോഴാണ്, ദൈവം അവൻ്റെ കരത്തിൽ പിടിക്കുമ്പോഴാണ്. ദാവീദ് പറഞ്ഞു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഞാൻ പാഞ്ഞു ചെല്ലും, ഞാൻ ചാടിക്കടക്കുമെന്നല്ല, എൻ്റെ ദൈവത്താൽ ഞാൻ ഇത് ചാടിക്കടക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഈ ഓട്ടം നാം പൂർത്തീകരിക്കുന്നത് യേശുവിൻ്റെ സഹായത്തോടെ മാത്രമാണ്. യേശുവാണ് പൂർത്തി വരുത്തുന്നവൻ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഈ യാത്രാവേളയിൽ യേശു കർത്താവിനൊരു വലിയ മരക്കുരിശ് ചുമക്കേണ്ടി വന്നിട്ടുണ്ട്. നിത്യതയിലേക്കുള്ള വഴിയാണ്. വളരെ ശക്തമായ പോരാട്ടമുഖത്താണ് യേശു നിന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളും ഈ വഴിയിൽ തന്നെ നിത്യതയിലേക്ക് പോകുന്നത് കൊണ്ട് ഈ ഓട്ടം പ്രയാസമാകുന്നത് പോലെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ യേശുവിനെ നോക്കണം. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് യേശു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് സ്വർഗത്തിൽ ഇരുന്നു. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ഓട്ടം പൂർത്തീകരിച്ചത്
മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തപ്പോഴാണ്. അതെ, ഇന്ന് പകൽ ദൈവം നിങ്ങളുടെ കരത്തിൽ പിടിക്കുകയാണ്. ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം നിങ്ങൾ ഓർക്കണം. അല്പനേരത്തേക്കാണ് ഈ കഷ്ടം നിങ്ങൾ സഹിക്കുന്നത്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തളരരുത്, പകച്ചു നിൽക്കരുത്, വീണ് കിടക്കരുത്. എത്ര വലിയ ശക്തമായ ശോധനകൾ ഇന്ന് പകൽ നിങ്ങൾക്ക് നേരിടുന്നുണ്ടെങ്കിലും നിങ്ങൾ മുൻപോട്ട് തന്നെ പോകണം. യേശുവിനെ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട്, യേശുവിൻ്റെ കരുത്തിൽ പിടിച്ചുകൊണ്ട് മുൻപോട്ട് ചലിക്കണം. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.